ഒരു കൊലക്കേസിൽ 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ കേസ് ശിക്ഷിക്കപ്പെടണമെന്ന് ഒരിക്കലും ഇല്ല, പറയാൻ പാടില്ല, പറയുന്നില്ല. പക്ഷേ ഈ പ്രതികളെ ജാമ്യത്തിലല്ല എങ്കിൽ അവർ അണ്ടർ ട്രയൽസ് ആയിട്ട്, അതായത് വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യത്തിന്, അതായത് 90 ദിവസത്തിനകത്ത് ഈ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യത്തിന് അർഹതയുണ്ട്, നിയമപരമായ അർഹതയുണ്ട്, എൻടൈറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ജാമ്യം നിഷേധിക്കാൻ ഒക്കത്തില്ല, കാരണം കമ്പൽസീവ് ബെയിലാണ്, കൊടുത്തേ പറ്റുള്ളൂ. കോടതിക്ക് ബെയിൽ കൊടുക്കണം, അതായത് ജാമ്യക്കാർ വേണം അവർക്ക് ആവശ്യത്തിന്, ജാമ്യ വ്യവസ്ഥകൾ പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കാം. ആരെങ്കിലും ജാമ്യക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചോദിച്ച് ജാമ്യം കൊടുക്കണം കോടതികൾ. മറ്റു ഒഫൻസുകൾക്കൊക്കെ, അതായത് ചെറിയ ഒഫൻസുകൾക്കൊക്കെ 60 ദിവസം, ഇതിന് 90 ദിവസം, കൊലക്കേസിലാണെങ്കിൽ, മർഡർ കേസിലാണെങ്കിൽ. അപ്പോൾ ഇവിടെ സിദ്ധാർത്ഥൻ്റെ കേസിൽ ഇവർ ഒരു കുറ്റപത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ, പ്രാഥമികമായ കുറ്റപത്രം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തി. അതൊരു ശരിയായ മൂവാണ് അത് നടത്തുന്നത്. കാരണം ഈ കമ്പൽസീവ് ബെയിൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അവിടെ ഇല്ലാതാവും. അവർക്കെതിരെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ട് വല്ല പ്രതികളുണ്ടെങ്കിൽ അവരെ ഇനി അന്വേഷണത്തിൽ തെളിയുമ്പോൾ അവർക്കെതിരെ അഡീഷണൽ ആയിട്ടുള്ള കുറ്റപത്രം കൊടുക്കും. ഈ ഉള്ളവരുടെ പേര് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് കമ്പൽസീവ് ബെയിൽ, അതായത് നിർബന്ധിത ജാമ്യം എന്ന് പറയുന്നത് എൻ്റെ അവകാശം നഷ്ടപ്പെടും. അതാണ്. അല്ലാതെ അവരങ്ങ് എല്ലാവരെയും ശിക്ഷിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് ഡിപ്പെൻസ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാലാവധിക്കുള്ളിൽ ഒരു കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് കമ്പൽസീവ് ബെയിൽ, നിർബന്ധിത ജാമ്യം ഇല്ലാതാവും, അതിനുള്ള അവകാശം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ള കേസ് ജാമ്യം കൊടുക്കാമെന്ന് ചോദിച്ചാൽ ജാമ്യം കൊടുക്കാം കോടതിക്ക്. അത് കോടതി മറ്റ് കാര്യങ്ങളും അതിൻ്റെ തെളിവുകളുമൊക്കെ വിശകലനം ചെയ്തും അതിൻ്റെ പ്രാധാന്യം നോക്കിയും, അതുപോലെ തന്നെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ പേരും പ്രശസ്തിയൊന്നും അല്ല നോക്കുന്നത്, അതിനകത്തെ ആ കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക, അതിൻ്റെ സാഹചര്യം, ഇതെല്ലാം നോക്കി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി പരിഗണിച്ച് വേണം അവർക്ക് ജാമ്യം കൊടുക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഈ 90 ദിവസം ഇതിനകം കുറ്റപത്രം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പ്രത്യേകിച്ച് വേറെ ഇല്ല. കമ്പൽസറി ബെയിൽ ഇല്ലാതാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമൽ ബെയിലിനുള്ള അവകാശം, അവർക്കത് മൂവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ട് ബെയിൽ കൊടുക്കേണ്ട, ജാമ്യം കൊടുക്കേണ്ട കേസാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കണം. അതേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത.